ട്രംപും പുടിനും ഒന്നിക്കുമ്പോൾ, ഇത് പറയാൻ കാരണം ഇന്ന് നമ്മൾ ലോകം എത്തിയിരിക്കുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടത് ട്രംപും പുടിനും തമ്മിൽ ഒരു യുദ്ധത്തിൻ്റെ വക്കിലേക്ക്, ന്യൂക്ലിയർ ബോംബ് പോലും റഷ്യൻ്റെ അതിർത്തിയിലേക്ക് അയക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ പുടിനും ട്രംപും, പുടിനും എന്നല്ലോ പറഞ്ഞിട്ടുണ്ട്, ട്രംപും പിറ്റേത്തെ ദിവസം പറയുന്നത് നമ്മൾ ഉക്രൈൻ്റെ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ഒത്തുകൂടുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ പുടിൻ പറയുകയാണ്, പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് സമ്മതമാണ്. അപ്പോൾ എന്തോ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ കാര്യങ്ങൾ കേൾക്കുന്നത് ഇങ്ങനെയാണ്. കുറേ റഷ്യ ആവശ്യപ്പെട്ട ഫണ്ട് ഏതിനു വേണ്ടിയാണോ ഇറങ്ങി തിരിച്ച ഉക്രൈൻ്റെ അത്രയും ഭാഗങ്ങൾ 4 ജില്ലകളാണ്, അത് റഷ്യക്ക് കൊടുക്കുക. ഏകദേശം അതിൻ്റെ 75% 90% പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചേ ഉള്ളൂ, അതും കൂടി അങ്ങ് കൊടുത്തേക്കുക. എന്നിട്ട് വേറെ സ്ഥലത്ത് കുറച്ച് പിടിച്ചു വെച്ചിട്ടുണ്ട്, സുമി റീജിയനിലല്ല, കുറച്ച്, അത് തിരിച്ചങ്ങോട്ടേക്ക് കൊടുത്തേക്കുക. അത് ധാരണ നമുക്ക് സമ്മതമാണെന്ന് റഷ്യ പറയുന്നു. ആര് പറഞ്ഞത്? ആ പറഞ്ഞ നിർദ്ദേശമല്ലേ എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിൽ സെലൻസ്കിനെ ഒന്നും വിളിച്ചിട്ടല്ല തീരുമാനിക്കുന്നു, സ്വയം അവരങ്ങ് തീരുമാനിക്കുക. എന്നിട്ട് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ, കാരണം സെലൻസ്കി യുദ്ധം ചെയ്യുന്ന ആരബലത്തിലാണ്? അമേരിക്കയുടെ ബലത്തിലാണ്. കൂടെ യൂറോപ്യൻ യൂണിയൻ എല്ലാം ഉണ്ടെങ്കിലും അമേരിക്ക പറയുന്ന മാതിരിയെ മറ്റവർക്ക് നിൽക്കാനെല്ലാം പറ്റുള്ളൂ. ഇവിടെ അമേരിക്ക അതങ്ങനെ അങ്ങ് തീരുമാനിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ നിങ്ങളില്ല, ഇനി നിങ്ങൾ തമ്മിൽ ആയിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ അടുത്ത ദിവസം കൊണ്ട് ബാക്കി പിടിക്കാനുള്ള കുറച്ച് സ്ഥലം കൂടി അങ്ങ് കയറി പിടിക്കും, ഒറ്റ നിമിഷം കൊണ്ട്. അതിന് വേറെ സമയമൊന്നും വേണ്ട. ധാരണയായി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എനിക്ക് ഇല്ലാത്തൊന്നും ഞാൻ തലയിടേ, നിങ്ങളായിക്കോളോ സെലൻസ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ വിദ്യന്ന് പോയിട്ട് ഈ പറഞ്ഞ 4 സ്റ്റേറ്റുകൾ സ്ഥലങ്ങൾ അങ്ങ് പിടിച്ചെടുത്തിട്ട് സ്വന്തമാക്കിയിട്ട് അതിന് ബാക്കി നീ കൊണ്ടുപോകുന്നു പറയും. പിന്നെ നാറ്റോയിൽ ചേരാൻ പാടില്ല എന്നുള്ള എഗ്രിമെൻറ്റും എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ യുദ്ധമങ്ങ് തീരും. അപ്പോൾ യഥാർത്ഥത്തിൽ ട്രംപിനിങ്ങനെ യുക്രൈൻ ഇഷ്യൂ എന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? സാധാരണ ഒരു യുദ്ധം വരുമ്പോൾ ആയുധ കച്ചവടമാണ് അവിടെ നടക്കുക. അങ്ങനെയാണെങ്കിൽ അമേരിക്കയ്ക്ക് ലാഭമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരാൾക്കും ലാഭമില്ല. നാറ്റോ രാഷ്ട്രങ്ങളെല്ലാവരും അവരുടെ ആയുധം എല്ലാം കൊണ്ടുപോയിട്ട് ഉക്രൈന് കൊടുക്കുന്നു. ഉക്രൈൻ അവിടെ വെച്ച് റഷ്യക്കാരെന്ന് വെച്ച് അവിടെ വെച്ചിട്ട് ഇതെല്ലാം കത്തിച്ച് തീർക്കുകയാണ്. ഇവരെല്ലാം കൊണ്ട് കൊടുക്കും, അവിടെ വെച്ച് കത്തിച്ച് തീർക്കും. അതുകൊണ്ട് ഈ യുദ്ധം കൊണ്ട് അവർക്ക് ദോഷമല്ലാതെ, നാറ്റോ രാഷ്ട്രങ്ങൾക്ക് പ്രത്യേകിച്ച് അമേരിക്കക്ക് ദോഷമല്ലാതെ, അത് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഗുണവുമില്ല. അപ്പൊ ഈ യുദ്ധം നടന്നത് എപ്പോഴാണ്? അമേരിക്കയിലും നാറ്റോ രാഷ്ട്രങ്ങളിലും രാഷ്ട്രീയ ആൾക്കാർ തലപ്പത്തിരിക്കുമ്പോഴാണ്, രാഷ്ട്രീയക്കാർ ഇരിക്കുമ്പോഴാണ്. പക്ഷെ ഇപ്പോൾ അമേരിക്കയുടെ തലപ്പത്തിരിക്കുന്നത് ബിസിനസ്സുകാരനാണ്, ശുദ്ധമായ ബിസിനസ്സുകാരനാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പം അദ്ദേഹത്തിന് അമേരിക്കൻ ബിസിനസ്സിലും സ്വന്തം ബിസിനസ്സിലും അല്ലാതെ താല്പര്യമല്ലാതെ വെറുതെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ആയുധങ്ങൾ കൊണ്ടുപോയിട്ട് പണവും കൊണ്ട് കത്തിക്കാനൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല. അദ്ദേഹം അത് പറയുകയും ചെയ്തു. അപ്പം അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഏതൊരു ബിസിനസ്സുകാരൻ ഇരുന്ന് കഴിഞ്ഞാലും ചിന്തിക്കുന്നത് അമേരിക്കയുടെ ബിസിനസ് നന്നാകണം, തനിക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ അതും നന്നാകണമെന്നാണ്. അത്രയും ചിന്തിക്കും, അല്ല രാഷ്ട്രീയമൊന്നും ചിന്തിക്കില്ല. അങ്ങനെ വരുമ്പോൾ ഒരു ബിസിനസ്സുകാരന് ആവശ്യം എന്താണ്? അവരെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ട സ്ഥലങ്ങൾ, അതിനാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റ് വേണം. അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ ഒരാൾ ഒരു കച്ചവടം തുടങ്ങുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് എന്താണ്? എൻ്റെ സാധനം വിൽക്കാൻ പറ്റിയ ഇവിടെ പറ്റിയ സ്ഥലത്തെ പറ്റിയാണ് ഒരു സ്റ്റഡി ചെയ്യുക. അപ്പോൾ അമേരിക്കക്കാരന്
അല്ലെ അമേരിക്കൻ പ്രസിഡന്റ് എന്ന ബിസിനസ്സുകാരനെ ചിന്തിക്കുക സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? എനിക്ക് മാർക്കറ്റ് വേണം. പക്ഷേ നോക്കുമ്പോൾ അയാളുടെ ഷെൽഫ് നിറച്ചും ചൈനീസ് സാധനങ്ങളാണ്. കാരണം ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് സാധനം വരികയല്ലാതെ, ചൈനീസ് സാധനം മാത്രമല്ല എല്ലാ ലോകത്തിൻ്റെ സാധനവും അവിടെയുണ്ട്, റഷ്യൻ്റെ സാധനവും എല്ലാം ഉണ്ട്. അല്ലാതെ അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വളരെ കുറച്ചാണ്. അത് എവിടെയും പോകുന്നില്ല, ആർക്കും വേണ്ട, വില കൂടുതലാണ്. സാധനം മോശമൊന്നുമല്ല, നല്ല തന്നെയാണ്. പക്ഷെ എന്താ, വില കൂടുതലാണ്. അപ്പം മാർക്കറ്റില്ല. ആ മാർക്കറ്റില്ലാതെ, മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിൽക്കാൻ പറ്റണം. ഇതാണ് അമേരിക്കയുടെ പ്രശ്നം. നമ്മുടെ സാധനത്തിന് വില കൂടുതൽ, വിൽക്കാൻ പറ്റുന്നില്ല, മാർക്കറ്റില്ല. അപ്പം മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കണം. മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ താരിഫ് എന്ന പരിപാടി കൊണ്ടുവന്നത്. താരിഫിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിന്റെ സാധനം ഇങ്ങോട്ട് കയറ്റാൻ പാടില്ല. അപ്പോൾ ഇവിടെ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന് വെച്ചാൽ അങ്ങനെ ഉൽപ്പാദിക്കുന്ന പരിപാടിയൊന്നും നടക്കില്ല. ട്രംപ് കച്ചവടക്കാരനാണ്, ട്രംപിന് നല്ലോണം അറിയാം. നമുക്കും അറിയാലോ, താരിഫ് കൂട്ടിയാൽ എന്താ പറ്റുക? അമേരിക്കയിൽ ജനങ്ങൾ വില കൂടുതൽ കൊടുത്ത് വാങ്ങേണ്ടി വരും, ദാരിദ്ര്യം കൂടി ജനങ്ങൾ നാളെ പ്രതിഷേധിക്കും. ഇതെല്ലാം ട്രംപിന് അറിയാതുകൊണ്ടൊന്നുമല്ല, കച്ചവടക്കാരനൊന്നും അറിയാതുകൊണ്ടല്ല. പക്ഷെ ട്രംപിന് വേണ്ടത് അവിടെ വ്യവസായം വരണം, അവരെ സാധനങ്ങൾ വിൽക്കണം. അപ്പം അവരെ സാധനങ്ങൾ വിൽക്കാനുള്ള മാർക്കറ്റ് നോക്കണം. അങ്ങനെ നോക്കിയാൽ ട്രംപിന് പെട്ടെന്ന് മനസ്സിലാകും റഷ്യയെ കൊണ്ടുപോയിട്ട് വിൽക്കാനൊന്നും പറ്റുന്ന കാര്യമല്ല. റഷ്യക്കാർക്ക് ഒന്നാമത് സാധനം വേണ്ട, അവരുടെ സാധനങ്ങളെല്ലാം അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിന് വല്ലതും വേണമെങ്കിൽ ചിലതെല്ലാം വേണം. അത്ര നിസ്സാരമായ കാര്യങ്ങളെ റഷ്യക്ക് താല്പര്യമുണ്ട്. അപ്പം അവിടെയൊന്നും ഒരു മാർക്കറ്റ് പിടിക്കാനൊന്നും അമേരിക്കക്ക് വിചാരിച്ചാൽ പറ്റില്ല. പിന്നെ ചൈനയെ കൊണ്ട് വിൽക്കാന്ന് വെച്ചാൽ ചൈനയുടെ സാധനങ്ങൾ വില കുറവുമാണ്, അവിടെ ടെക്നോളജി എല്ലാം നല്ലത് തന്നെയാണ്. പിന്നെ അവിടെയും കൊണ്ട് വിൽക്കാൻ പറ്റൂല. പിന്നെ അവരുമായിട്ട് ഉടക്കിയിട്ട് എന്താ കാര്യം? ഉടക്കുക എന്ന് പറഞ്ഞാൽ ഉള്ള ബിസിനസ്സും പോവുകയാണ് ചെയ്യുക. ഉടക്കുള്ള സ്ഥലത്ത് ആരും ബിസിനസ് ഒന്നും തുടങ്ങില്ല. ബിസിനസ് പൊളിഞ്ഞു പോകും. ഉടക്കിയാൽ യുദ്ധം നടക്കുന്നിടത്തൊന്നും ബിസിനസ് നല്ലോണം പോലും. ബിസിനസ് നല്ലോണം വേണ്ടിയിട്ട് ശാന്തമായ അന്തരീക്ഷം വേണം. അപ്പം ശാന്തമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധം നിർത്തണം എന്ന് അദ്ദേഹം എപ്പോഴും പറയുന്നത്. ആ തന്ത്രം വെച്ചാണ്. യുദ്ധം നാട്ടിലുണ്ടായാൽ കച്ചവടം നന്നാവില്ല. അതുകൊണ്ടാണ് അയാൾ യുദ്ധം നിർത്തണം, നോബൽ പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അത് തന്നെയാണ്, യുദ്ധം നിർത്തി കിട്ടണം എല്ലായിടത്തും. അതാണ് ഉക്രൈനിൽ സംഭവിക്കാൻ പോകുന്നത്. സെലൻസ്കിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ. ഇപ്പം യുദ്ധം തീർന്നു കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് വേണം. റഷ്യയിലൊക്കെ തിരിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല, ചൈനയിലേക്കും തിരിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല. പണ്ട് കാലത്ത് റഷ്യയും ചൈനയിലും വേറെ ഭാഗത്തായിരുന്നു, മതിലും കെട്ടിയിട്ട് അവരെ കാര്യം നോക്കി അടക്കിയായിരുന്നു. അപ്പം അമേരിക്കയുടെ മാർക്കറ്റ് എന്ന് പറയുന്നത്, അമേരിക്ക മാത്രമല്ല യൂറോപ്യൻ യൂണിയന്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും മറ്റ് ചില ചോട്ടാ രാജ്യങ്ങളുമെല്ലാമായിരുന്നു. ആ ചോട്ടാ രാജ്യങ്ങളിൽ കുറേയെല്ലാം, ചോട്ടാ രാജ്യങ്ങളിൽ യൂറോപ്യൻ യൂണിയനെല്ലാം, ഇന്ത്യയെല്ലാം, മറ്റേ ചോട്ടാ രാജ്യങ്ങളിൽ കുറേയെല്ലാം ചൈനയുടെ പിന്നാലെ. എണ്ണയുടെ കാര്യത്തിൽ റഷ്യൻ്റെ പിന്നാലെയും. അപ്പോൾ പിന്നെയുള്ള അമേരിക്കയ്ക്ക് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനും ഇന്ത്യയുമാണ്. മറ്റുള്ള ചോട്ടാ രാജ്യങ്ങളെല്ലാം പല വഴിക്കായിട്ടുണ്ട്. അവിടെയും കുറച്ചെല്ലാം, അവിടെ അതൊന്നും വലിയ മാർക്കറ്റൊന്നുമല്ല. ഇതാണ് വലിയ മാർക്കറ്റ്. അപ്പം ഈ മാർക്കറ്റ് പിടിക്കണ്ടെങ്കിലും യുദ്ധം തീരണം. യുദ്ധം ഏകദേശം തീർത്തെന്ന് വെച്ചോളൂ. പിന്നെ സംഭവിക്കുന്നത് എന്താണ്? ഇന്നത്തെ പ്രതിസന്ധിക്ക് ഏറ്റവും വലിയ കാരണം എണ്ണയാണ്. അമേരിക്കയിൽ ഒരു പെട്ടെന്ന് കൊണ്ടേക്ക് ബിസിനസ് വളർത്തുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. കാരണം അവിടെ ഉൽപാദന ചെലവ് കൂടുതലാണ്. അപ്പോൾ അവരുടെ സാധനം ഉൽപ്പാദിപ്പിച്ചിട്ട് പുറത്തേക്ക് കൊണ്ട് വിൽക്കാനൊന്നും പറ്റുന്ന കാര്യമല്ല. പക്ഷെ ആദ്യം വേണ്ടത് ഈ യുദ്ധം തുടങ്ങുന്നതിനെക്കാട്ടി മുമ്പിലുള്ള ആ അവസ്ഥയിലേക്കെങ്കിലും അമേരിക്ക എത്തിക്കണം.
അതിന് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, യുദ്ധം തീർന്നു കഴിഞ്ഞാൽ റഷ്യയായിട്ടും ചൈനയായിട്ടുള്ള പിന്നെ പ്രശ്നങ്ങളെല്ലാം അങ്ങ് തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ റഷ്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാം, പകരം റഷ്യയും പണ്ട് പരസ്പരം സഹകരിച്ച് പോയിട്ടുണ്ട്. കാരണം ഈ കൊക്കക്കോളയും അവരുടെ ബാഗും എല്ലാം ബിസിനസ് റഷ്യയിൽ നല്ലോണം വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് അനുവദിച്ചതെന്ന് വെച്ചാൽ, റഷ്യയിൽ നിന്ന് കുറേ എണ്ണയായാലും ന്യൂക്ലിയർ പവർ പ്ലാന്റിന് വേണ്ട സാധനങ്ങളായാലും പല സാധനങ്ങളും റഷ്യയിൽ നിന്ന് അവർ വാങ്ങിയിരുന്നു. പകരം അപ്പം എന്തെങ്കിലും കൊടുക്കണ്ടേ? പകരം കൊടുക്കുമ്പോൾ എന്ത് പറഞ്ഞു, നിങ്ങൾ കൊക്കക്കോള ഇതല്ല. അല്ലാതെ റഷ്യക്ക് കൊക്കക്കോളയൊന്നും ഉണ്ടാക്കാൻ അറിയായിട്ടൊന്നുമല്ല. കാരണം ഇവർ പണ്ട് ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ, അവിടെ കൊക്കക്കോളയെല്ലാം നിരോധിച്ചപ്പോൾ ആ ഫാക്ടറിയിൽ വെച്ച് തന്നെ റഷ്യക്കാർ കൊക്കക്കോള അതേ സാധനം ഉണ്ടാക്കിയിട്ട് കൂൾ കോള എന്നും പറഞ്ഞ് വിറ്റിട്ടുണ്ട്. ഇത് പരസ്യം ചെയ്തിരുന്നു. ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ അതല്ല, ഒരു സഹകരണ മനോഭാവത്തോടു കൂടി പോയി കഴിഞ്ഞാൽ റഷ്യ സാധനങ്ങൾ അമേരിക്കയിലേക്ക് വരും, അമേരിക്കയുടെ സാധനങ്ങൾ ഇങ്ങോട്ട് വരും. ആ അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ പഴയ അവസ്ഥയിലേക്ക് പെട്ടെന്ന് തന്നെ അമേരിക്ക മാറും. അപ്പം അമേരിക്ക മാറും. അതുമാതിരി ചൈനയിൽ സാധനങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ട സാധനങ്ങൾ കുറേ വരുന്നത് ചൈനയിൽ നിന്നാണ്. ഈ മണലും മറ്റേ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം അവിടെ വരുന്നുണ്ടെങ്കിലും അവിടെ ഇവർക്കും എന്തെങ്കിലും വാങ്ങിയല്ലേ പറ്റും. അങ്ങോട്ട് കൊടുത്തിട്ട് ഒന്നും വാങ്ങാതിരിക്കുന്നത്. നമ്മൾ വാങ്ങാൻ നോക്കുമ്പോൾ എന്താണ്, കുറേ ധാന്യങ്ങളെല്ലാം ബീഫ് അതെല്ലാം ഇങ്ങോട്ടേക്ക് വരുമായിരുന്നു. അതുകൊണ്ട് അവരെ കർഷകർ നല്ലോണം സുഭിക്ഷത്തിലാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ ഈ യുദ്ധം കൊണ്ട് അമേരിക്ക നഷ്ടപ്പെട്ടിട്ടല്ലാതെ ഒരു ധാരണയിലും ആക്കിക്കഴിഞ്ഞാൽ അടുത്ത നിമിഷം മുതൽ തന്നെ പഴയ അവസ്ഥയിലേക്ക് അമേരിക്ക മാറും. എന്താകും, അവരെ കർഷകരെല്ലാം രക്ഷപ്പെടും, ചൈനീയതൊക്കെ. അപ്പം ഒന്നുമില്ലാതെ പണ്ട് റഷ്യയും ചൈനയെല്ലാം മതിലും കെട്ടി മാറിയുന്നതിനെക്കാട്ടിയും എത്ര ബെറ്ററാണ് ഇവർ തമ്മിൽ കച്ചവടം നടത്തുന്നത്. അല്ലാതെ ഇലക്ട്രോണിക്സ് ഒന്നും കൊണ്ട് ഇങ്ങോട്ട് വിൽക്കാൻ പറ്റില്ല. പിന്നെ വിൽക്കാൻ പറ്റുന്നത് മറ്റേ അവരെ പറയുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഇന്ത്യ എന്നുള്ള സ്ഥലങ്ങളിലാണ് അവരുടെ മാർക്കറ്റ്. അവർക്കൊക്കെ ആശ്രയിക്കാൻ പറ്റുന്ന മാർക്കറ്റ് ഇതെല്ലാം തന്നെയാണ്. അപ്പോൾ അവർ കുറച്ചും കൂടി വീക്കാവുകയാണെങ്കിൽ അമേരിക്ക കുറച്ചും കൂടി സ്ട്രോങ് ആവും. എങ്ങനെ സ്ട്രോങ് ആവും? ഇതിനു മുമ്പിലൊരു സംസാരം കേട്ടിരുന്നു, റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തിയത് കൊണ്ട് എണ്ണ കിട്ടാതെ വലഞ്ഞതാരാണ്? പണ്ടത്തെ ഈ യുദ്ധം കൊണ്ട് എണ്ണക്ക് ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ വലഞ്ഞത് അമേരിക്കയല്ല. അമേരിക്കക്ക് വേണ്ട എണ്ണ അമേരിക്കയിലുണ്ട്. മറ്റുള്ളവരാണ് വലഞ്ഞത്, യൂറോപ്യൻ യൂണിയൻ കൺട്രീസ്. ചെറിയ വിലക്ക് എണ്ണ കിട്ടിയത് അത് വേണ്ടാന്ന് വെച്ചിട്ട് അവരുടെ വ്യവസായം പോലും തുളഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അവരുടെ ഒരു വ്യാവസായിക അന്തരീക്ഷം എല്ലാം ഉള്ളത്. പക്ഷെ അമേരിക്ക ഇങ്ങനെ ഒരു ധാരണമാക്കുകയാണെങ്കിൽ അമേരിക്കയിൽ വ്യാവസായിക അന്തരീക്ഷം നല്ലതായിട്ട് മാറും. അത് മാത്രമല്ല, മുമ്പ് പറഞ്ഞു കേട്ടയാണ് റഷ്യ അമേരിക്കയും തമ്മിൽ ഒരു എണ്ണ കച്ചവടത്തിനുള്ള ഒരു ചെറിയ നീക്കം. അതായത് ഇപ്പോൾ റഷ്യയിൽ നിന്നാണ് എണ്ണ ഇന്ത്യ വാങ്ങിയിട്ട് ഇന്ത്യ സംസ്കരിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പം അമേരിക്കക്ക് ഈ താല്പര്യമുണ്ടോ എന്ന് ശങ്കിക്കേണ്ടിയിരിക്കുന്നു. അമേരിക്ക പറയും റഷ്യ നമുക്ക് തന്നു, നമ്മൾ സംസ്കരിച്ചിട്ട്. കാരണം മറ്റവരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഉക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക മെല്ലനെ തടിയൂരിയിട്ടുണ്ട്. എന്നിട്ട് ഉക്രൈൻ്റെ ഉത്തരവാദിത്തം യൂറോപ്യൻ യൂണിയനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ ബ്രിട്ടനും ഏറ്റവും വലിയ ശത്രുവന്മാരാണ്. ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും എല്ലാം അമേരിക്ക മാറി. അപ്പം അവരാ ക്യാപ്പിലായി നിൽക്കുകയാണ്. പണ്ട് ഏറ്റുമുട്ടിയത് റഷ്യ ഒരു ഭാഗത്തും അമേരിക്കയും മറ്റേ യൂറോപ്യൻ യൂണിയൻ കൺട്രീസിലെല്ലാം മറുവശത്തായിരുന്നു. അതിൽ നിന്നും പെട്ടെന്ന് അമേരിക്ക ഇങ്ങോട്ട് ഊരി. നാളെ ഇത് സംഭവിക്കാൻ ചിലപ്പോൾ ഈ റഷ്യയുമായിട്ട് ഇങ്ങനെ ധാരണ ഉണ്ടാക്കുമെന്ന് നമുക്കറിയില്ല. ഈ അഗ്രിമെൻ്റ് കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അപ്പുറത്തെ ഭാഗത്താരായി? അവർക്ക് ഇപ്പുറമായിട്ട് ചേരാൻ പറ്റില്ല. എണ്ണേൻ്റെ പ്രശ്നവും കൊണ്ട് അവരവിടെ വലഞ്ഞു കിടക്കുകയാണ്. ആ സമയത്തിൽ കച്ചവടക്കാരനായ ട്രംപിന് വേണമെങ്കിൽ റഷ്യയുടെ എണ്ണ വാങ്ങിയിട്ട് ഇന്ത്യ ചെയ്യുന്നത് പോലെ
സംസ്കരിച്ചിട്ട് അവർക്കെല്ലാം കൊടുക്കാം. കാരണം അവർക്ക് നേരിട്ട് വാങ്ങാൻ പറ്റില്ലല്ലോ, കാരണം അത്രയും ശക്തിയായിട്ട് നിൽക്കുകയല്ലേ. പക്ഷേ അപ്പോൾ റഷ്യക്ക് ഇന്ത്യക്ക് കൊടുക്കുന്നതിന് നല്ലത് അമേരിക്കക്ക് കൊടുക്കുന്നതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്ക് കൊടുക്കുമ്പോൾ അവരൊരു വകുപ്പ് പറഞ്ഞിട്ടുണ്ട്, പുറത്ത് 80 റുപ്യാണ് വിലയെങ്കിൽ 60 റുപ്യക്ക് കൂടുതലായിട്ട് റഷ്യൻ്റെ അടുത്തുനിന്ന് ആരും വാങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ ഉപരോധമാണെന്ന്. അതുകൊണ്ട് റഷ്യ ഇന്ത്യക്ക് 60 കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. നേരെ മറിച്ച് അമേരിക്കയും റഷ്യയും കൂടിയിട്ട് അങ്ങ് ഒക്കുകയാണെങ്കിൽ അവർക്ക് തോന്നുന്ന വിലക്ക് വിൽക്കുകയും ചെയ്യാൻ റഷ്യക്കും ഗുണം, അമേരിക്കക്കും ഗുണം. അമേരിക്കേൻ്റെ അടുത്ത് നിന്ന് ആര് വാങ്ങിക്കോളും? ബാക്കിയുള്ള യൂറോപ്യൻ യൂണിയനെല്ലാം വാങ്ങിക്കോളും. ഈ ഒരു കച്ചവട മനസ്ഥിതി ട്രംപിന് ഉണ്ടാവുകയാണെങ്കിലുള്ള ദോഷവശങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കാരണം ഇതിനിടക്ക് അത് കേട്ടിരുന്നു, റഷ്യയിൽ നിന്ന് എണ്ണ വേണ്ടിക്ക് നമ്മൾ എന്നുള്ള ഒരു വാർത്തയിൽ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നു. അപ്പോൾ അവർ വാങ്ങിയിട്ട് സംസ്കരിച്ചിട്ട് മറ്റവർക്ക് കൊടുക്കും. മറ്റവർക്കാണെങ്കിൽ ഇപ്പുറം ചേരാനും പറ്റില്ല, അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴെന്താ പറ്റുന്നത്? അമേരിക്ക നിക്ഷേപം നടത്താൻ പറ്റുന്ന നല്ലൊരു രാഷ്ട്രമായിട്ട് മാറും. ചൈനയും റഷ്യനെ മാറ്റി നിർത്തണം, അത് പണ്ടേ തലതിരിഞ്ഞ് മതിലും മാറ്റി കെട്ടുന്നവരാണ്. പക്ഷേ ഇപ്പോൾ വന്നത് കൊണ്ട് അവരുമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേ ബെനിഫിറ്റ് എല്ലാം ഉണ്ട്. കർഷകർക്കെല്ലാം ഭക്ഷണം അതെല്ലാം ഗുണവും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ അമേരിക്കയുടെ കമ്പോളം യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങളും ഇന്ത്യ എല്ലാമായിട്ട് മാറും. ട്രംപ് ആ നിലയിൽ ചിന്തിക്കുകയാണെങ്കിൽ, കാരണം ഒരു ബിസിനസ്സുകാരൻ എപ്പോഴും ഈ നിലയിലേ ചിന്തിക്കാൻ പറ്റും. എനിക്ക് കമ്പോളം വേണം, കമ്പോളം വേണം. ഏത് കമ്പോളമാണ് ഉള്ളത്? റഷ്യ ഉണ്ടോ? ഇല്ല. റഷ്യനെ പിടിക്കാൻ പറ്റും, കാരണം വില കുറവാണ്. അല്ലെങ്കിൽ അങ്ങനെയൊന്നും കയറിയിട്ട് വാങ്ങുന്ന രാഷ്ട്രമല്ല റഷ്യ. പിന്നെ ചൈനയിലാണെങ്കിൽ ചൈന ഇങ്ങോട്ട് വിൽക്കാൻ വേണ്ടി അവിടെ വില കുറഞ്ഞു പോകും, അപ്പോൾ ചൈനയും കിട്ടാൻ പോകുന്നില്ല. പിന്നെ കമ്പോളം ഏതാണുള്ളത്? യൂറോപ്യൻ യൂണിയനും ഇന്ത്യ എല്ലാം പോലെയുള്ള കമ്പോളങ്ങളെ അമേരിക്കക്കുള്ളൂ. പണ്ടേ ഉള്ള കമ്പോളങ്ങളാണ്. ഇന്ത്യ ഇപ്പുറത്തൊന്നും വാങ്ങും, അപ്പുറത്തൊന്നും വാങ്ങും. എന്നാലും അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ കുറേയുണ്ട് ഇന്ത്യയിൽ. അതുകൊണ്ട് അമേരിക്കയിലെ ബിസിനസ്സുകാരനായ ഒരു ട്രംപ് ചിന്തിക്കുക, എനിക്ക് കമ്പോളം വേണമെന്നാണ് ആദ്യം ചിന്തിക്കുന്നതെങ്കിൽ ചിന്ത ഈ നാടുകളിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അവർ എണ്ണയില്ലാതെ നട്ടം തിരിയുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അവസരം എവിടെയാണുള്ളത്? ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെല്ലാം റഷ്യയായിട്ട് പിന്നെയൊരു റഷ്യ അവരെപ്പോഴും ഒരു വാക്പയറ്റിലാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിൽ അവിടെ ഒരു വ്യവസായം തുടങ്ങുക, അത് ചിലപ്പോൾ നാളെ തുടർന്നൊന്നും വരും. റഷ്യ ബ്രിട്ടനെ വരട്ടും, ബ്രിട്ടൻ ഇങ്ങോട്ട് വരട്ടും, ജർമ്മനിയിൽ അങ്ങോട്ട് വരട്ടും. പിന്നെ ഏറ്റുമുട്ടൽ അവർ തമ്മിലായിരിക്കും. യുക്രൈൻ്റെ കാര്യമെല്ലാം കഴിഞ്ഞു. ചിലപ്പോൾ നാളെ റഷ്യ കയറിയിട്ട് ഫിൻലൻഡ് പിടിച്ചെന്ന് വരും. എന്തെങ്കിലും കുത്തി ഇളക്കി കൊടുക്കാൻ റഷ്യ ഉടമ്പത്തിൽ വിചാരിച്ചാൽ പറ്റും. അപ്പം അവരുടെ കാര്യം ഒരു വല്ലാത്ത അവസ്ഥയായിരിക്കും, യുദ്ധമായിട്ട് റഷ്യയായിട്ട് എപ്പോഴും. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ അമേരിക്ക അതിൻ്റെ അകത്തുനിന്ന് ഏകദേശം ഊരിയ മട്ടിലാണ് നമുക്ക് തോന്നുന്നത്. അപ്പം അമേരിക്കയിലായിരിക്കും ഒരു നിക്ഷേപം നടത്താൻ പറ്റിയ, യൂറോപ്യൻ യൂണിയനിലുള്ള രാഷ്ട്രങ്ങൾക്ക് നിക്ഷേപം നടത്താൻ പറ്റിയ നല്ലൊരവസരം എപ്പം ഉണ്ടാകും? യുക്രൈൻ വാർ കഴിയുന്നതോടുകൂടി. യുക്രൈൻ വാർ തീർക്കുന്നതിനൊന്നും നമ്മളൊന്ന് മനസ്സിലാക്കണം. യുക്രൈൻ വാർ തീർക്കുമ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ പ്രശ്നം തീർന്നു എന്നൊന്നും ചിന്തിച്ചു പോകരുത്. കാരണം യുക്രൈൻ വാർ വെക്കുന്ന അവരോടൊന്നും ചോദിച്ചിട്ടല്ല. ഇത് റഷ്യയും ട്രംപും കൂടിയിട്ടുള്ള പരിപാടിയാണ് ഈ ധാരണ. യുക്രൈനെ പോലും വിളിച്ചിട്ടില്ല. അപ്പോൾ മറ്റവർക്ക് ഇങ്ങോട്ട് മറ്റവരുടെ വിദ്വേഷം അവിടെ തന്നെ ആ ഗ്യാപ്പായിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ വരുമ്പോൾ അമേരിക്കയിലെ ഒരു ശാന്തത ഉണ്ടാകുമ്പോൾ, അമേരിക്കനെ പിന്നെ ആരും ഒന്നും ചെയ്യില്ലല്ലോ. അമേരിക്ക ശാന്തതയാണ്. നമുക്കിതൊന്നും അറിയില്ല. നിങ്ങൾ തമ്മിൽ എന്താക്കിയാലും വേണ്ടി നിങ്ങൾ ഫിൻലൻഡിനെ അടിക്കുകയോ മറ്റവരെ തോണ്ടിയോ എന്തോ ചെയ്തോ എന്ന് പറയും. കാരണം അമേരിക്ക ഇപ്പോൾ ചൈനയും തായ്വാനും തമ്മിൽ അടിച്ചാലും അമേരിക്കക്ക് ഗുണമേ ഉള്ളൂ. നിങ്ങൾ തമ്മിൽ അടിച്ചാണ്. കാരണം അവിടെയുള്ള വ്യവസായികൾ അവിടുത്തെ ചിപ്പ് കമ്പനിയെല്ലാം പൊരിച്ചു കെട്ടിയിട്ടും
പൊളിച്ചെട്ടിട്ട് എവിടെ കൊണ്ടിടും? അമേരിക്കയെ കൊണ്ടിടും. അതുകൊണ്ട് ചൈനയും തായ്വാനും അടിച്ചു കഴിഞ്ഞാൽ അമേരിക്ക വിളിക്കുന്നുമുണ്ട്. തായ്വാനിലെ വ്യവസായികൾ നിങ്ങൾ വന്ന് ഇവിടെ കുറേ നിക്ഷേപം ചെയ്യും, ഇവിടെ അപ്പോൾ ഒരു അടിയും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും പൊറുക്കി കെട്ടിയിട്ട് അവിടെ കൊണ്ടുപോകും. ഒരു ജപ്പാനുമായിട്ട് അടി ഉണ്ടായിക്കഴിഞ്ഞാൽ ജപ്പാനിലുള്ള കച്ചവടക്കാരെല്ലാം നേരെ അമേരിക്കയിലേക്ക് പോകും. അപ്പോൾ ഒരു ബിസിനസ്മാനായ ഒരാൾ അമേരിക്കയിലുള്ള തലപ്പത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പോകാനുള്ള വഴികളാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരു ബിസിനസ്മാൻ്റെ ചിന്താഗതി അല്ല രാഷ്ട്രീയക്കാരൻ്റെ ചിന്താഗതി. രാഷ്ട്രീയക്കാരന് ചൈന, റഷ്യ എന്ന ചിന്ത വെച്ചിട്ടാണ് യൂറോപ്യൻ യൂണിയനും അമേരിക്കയിൽ ഇതുവരെ നീങ്ങിയിരുന്ന രാഷ്ട്രീയ ചിന്താഗതികളായിരുന്നു. പക്ഷേ ട്രംപ് രാഷ്ട്രീയ ചിന്താഗതികളല്ല, ഒരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ ഇപ്പം ബിസിനസ് താരിഫിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിൽ വളരെയധികം ജനങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. ഷോപ്പിലൊന്നും സാധനങ്ങളൊന്നുമില്ല. പക്ഷേ ഇതെല്ലാം ഈ ഉക്രൈൻ വിഷയം കഴിയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റഷ്യയും യുദ്ധം തീർന്നു കഴിഞ്ഞാൽ റഷ്യ അമേരിക്കയും തമ്മിൽ എന്തായിരിക്കും? നല്ല ആയിരിക്കും. പഴയ ബിസിനസ് കയറി തുടങ്ങിയൊന്നും വരും. അതിനൊന്നും വേറെ സമയമൊന്നും വേണ്ട. അതേമാതിരി ചൈനയായിട്ട് ധാരണ ഉണ്ടാക്കാൻ ചൈനയായിട്ട് ഇപ്പോൾ അത്ര വലിയ സംസാരമില്ല. ഇപ്പോൾ സംസാരമെല്ലാം തിരിഞ്ഞിടക്കുന്ന എവിടത്തേക്കാണ്? ഇന്ത്യൻ്റെ ഭരണിക്കാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ഏറ്റവും അധികം എണ്ണമാകുന്നത് ചൈനയാണ്. എന്നിട്ട് താരിഫ് പഠിച്ചു കൊടുത്ത് നിൽക്കുന്നത് ഇന്ത്യക്കാണ്. എന്തുകൊണ്ടാണ്? ചൈനയായിട്ട് എന്തിനാണ് ഏറ്റുമുട്ടുന്നത്? അവിടുത്തെ സാധനത്തിന് വില കുറവ്, ടെക്നോളജിയും ഉണ്ട്. പിന്നെ എന്തിൻ്റെ പേരിലാണ് ഇനി ചൈനയായിട്ട് മത്സരിക്കാൻ പറ്റുക? ബുദ്ധിയുള്ള ഒരാൾ, ബിസിനസ്സുകാരൻ അവിടെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ ആ വഴിക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല. അത് എഴുതിത്തള്ളുക, റഷ്യനും എഴുതിത്തള്ളുക. പിന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചെയ്തിട്ട് സ്വയം രണ്ടുപേരും കൂടി സഹകരിച്ചിട്ട് പരസ്പര നേട്ടം ഉണ്ടാക്കും. അത് മാത്രമേ അതിലുണ്ടാവുള്ളൂ. അതിലേക്ക് തന്നെയാണ്. അത് വലിയ സമയമൊന്നും വേണ്ട. രണ്ടു കൂട്ടം ഒന്നിച്ചിട്ട് പെട്ടെന്ന് ചെയ്തോളും. പിന്നെ അതോടുകൂടി അമേരിക്കക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ അമേരിക്ക എന്താകും? നിക്ഷേപം നടത്താൻ പറ്റുന്ന നല്ലൊരു സംസ്ഥാനമായിട്ട് വരും. എണ്ണ വ്യവസായം ചിലപ്പോൾ കൊഴുത്തൊന്നും വരും. കാരണം ബിസിനസ്സുകാരെല്ലാം ഒരേപോലെ ചിന്തിക്കുകയുള്ളൂ. കാരണം മാനേജ്മെൻറ്റ് സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന എല്ലാവരും ഒന്ന് തന്നെയാണ്. ഇങ്ങനെയെല്ലാം ആ തരത്തിലേ പോകുള്ളൂ. അങ്ങനെ നല്ലൊരു ബിസിനസ്സുകാരനാണ്. ട്രംപിൻ്റെ ബുദ്ധി ഇങ്ങനെയേ പോകുള്ളൂ. എല്ലാവരും ഒന്നും പോകാൻ വഴിയൊന്നുമില്ല. അത് നമുക്ക് കാണാൻ പോവുകയാണ്. കാരണം ബിസിനസ്സുകാരെപ്പോഴും ചിന്തിക്കുന്നത് മാർക്കറ്റ് പിടിക്കാനാണ്. ഏതാണ് നമുക്ക് പറ്റിയ മാർക്കറ്റ്? അല്ലാതെ ഇല്ലാതെ മാർക്കറ്റിൻ്റെ പിന്നാലെ ഒന്നും ബിസിനസ്സുകാർ പോകില്ല. ചൈനയുടെ റഷ്യൻ്റെയും പിന്നാലെ പോകാൻ പോകുന്നില്ല. അവരോടൊരു നല്ല ധാരണ ഉണ്ടാക്കിയിട്ട് പോകാനേ നിൽക്കുള്ളൂ ഒരു ബിസിനസ്സുകാരന് മാർക്കറ്റ് ഏതാണെന്ന് നോക്കുമ്പോൾ ഉള്ളത് യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും അതിൻ്റെ അത് പെടുത്താം. അപ്പോൾ അതിൽ നിന്ന് അവിടെ ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വളരെ സ്ട്രോങ് ആയിട്ട് നല്ലൊരു ബിസിനസ്സിനുള്ള അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യണം. അതിനായിരിക്കും അവർ ശ്രമിക്കുക. ഏതൊരു ബിസിനസ്മാനും ശ്രമിക്കുക. ഞാൻ ട്രംപ് അങ്ങനെ പോവുകയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ സാധാരണ നിലയിൽ ഒരു മാനേജ്മെൻറ്റ് വിഷയത്തിലൂടെ ചിന്തിക്കുക ഈ തരത്തിലായിരിക്കും മുന്നോട്ട് പോകാനുള്ള സാധ്യത. അതുകൊണ്ട് നാളെ അമേരിക്ക ഈ വഴിയിൽ മുന്നേറിക്കൂടായിക്കൊന്നുമില്ല. അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ കാണാൻ പോകുന്നതാണ്. ട്രംപ് അത്ര മണ്ടനായിട്ടൊന്നും ഇത് ചെയ്യില്ല. നമുക്കിപ്പം തോന്നിയ എന്താണ്? ട്രംപ് എല്ലാവരും ലോകത്തിൽ നിന്നും എല്ലാവരും അമേരിക്കയിൽ കൊടുക്കുന്നതിന് സാധനങ്ങൾക്ക് താരിഫ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമ്മളിപ്പം പറയുന്ന ഈ കൊടുക്കുന്ന രാജ്യത്തിന് ആ ദോഷം എന്നാണ്. കൊടുക്കുന്ന കാര്യത്തിനല്ല, ലോകത്തുനിന്ന് വരുന്ന സാധനത്തിനെല്ലാം താരിഫ് അടിച്ചിട്ട് വില കൂട്ടിയാൽ ഈ ജനതയുടെ എന്നാ താങ്ങാൻ പോകുന്നത്? അമേരിക്കൻ ജനത എങ്ങനെയാ താങ്ങുക? അതേസമയം താരിഫ് ഉണ്ടാകുമ്പോൾ പിന്നെ ഉദ്ദേശിക്കുന്ന ആ സാധനം ഇങ്ങോട്ട് വരണ്ട. അത് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞാൽ ജനത്തിന് സാധനം കിട്ടാതെ ഞാൻ അമേരിക്കൻ ജനതയുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചു നോക്കിയേ. ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയും ചിന്തിക്കാൻ കഴിവില്ലാതൊന്നും അല്ല ട്രംപ് പറഞ്ഞിരിക്കുന്ന കുറച്ചു കാലത്തേക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവുന്നു. ഇതെല്ലാം ഒരു കലങ്ങി തെളിഞ്ഞ് ആ ഉക്രൈൻ്റെ യുദ്ധവും അങ്ങ് തീർത്ത് കഴിഞ്ഞിട്ട് മറ്റേ അവസ്ഥയിലേക്ക്, പുതിയ അവസ്ഥയിൽ അതിലും ബെറ്ററായ ഒരു അവസ്ഥയിലേക്ക് വരാൻ അധിക സമയമൊന്നും വേണ്ട.
പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം മാറി മറയും. അതെല്ലാമാണ് നമ്മൾ ഇനിയിപ്പം ചിലപ്പം കാണാൻ പോകുന്നത്. ഉറപ്പില്ല. കാരണം ഇതെല്ലാം ഒരു ബിസിനസ് നിലയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നതാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ തന്നെ വരാനാണ് സാധ്യത. നമുക്ക് കാത്തിരുന്ന് കാണാം.